ടി വി എസ് അങ്ങനെ അവരുടെ രണ്ടാമത്തെ ഇലക്ട്രിക് സ്കൂട്ടറിനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടി വി എസ് ഓർബിറ്റർ എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ടി വി എസിൻ്റെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് iQube സീരീസിൻ്റെ താഴെയായിട്ടാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന് റേഞ്ച് വരുന്നത് 158 കിലോമീറ്ററാണ് IDC. എന്നാൽ റിയൽ വേൾഡ് ടി വി എസ് പറയുന്നത് 115 ഇതിൻ്റെ ഇക്കോ മോഡിലിട്ട് നമ്മൾ ഓടിച്ചാൽ കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിറ്റി മോഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് 95 കുറയുന്നുണ്ട്. ഇക്കോ സിറ്റി എന്നിങ്ങനെ 2 മോഡേ വണ്ടിക്ക് വരുന്നുള്ളൂ. ടി വി എസിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് അവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ക്രൂസ് കൺട്രോൾ. 24 km/h സ്പീഡിനും 60 km/h സ്പീഡിനും ഉള്ളിൽ നമുക്കിതിൽ ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും. അപ്പോൾ കേൾക്കുന്നവർക്ക് ഒരു സംശയം, ഈ 60 പോകുന്നതിന് എന്തിനാണ് ക്രൂസ് കൺട്രോൾ എന്നുള്ളത്? ആക്ച്വലി ഈ ഒരു വണ്ടിയെ ടി വി എസ് ഉദ്ദേശിക്കുന്നത് തന്നെ സിറ്റിക്കകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ള രീതിക്കാണ്. അപ്പം സിറ്റിയിൽ നമ്മൾ ടൈറ്റ് ട്രാഫിക്കിനുള്ളിലൊന്നും 60 മേളിലത്തെ സ്പീഡിലേക്ക് പോകാറേ ഇല്ല. അപ്പം ആ ഒരു സ്പീഡിനുള്ളിൽ നമ്മൾ എപ്പോഴും ആക്സിലേറ്റർ കൊടുക്കുക, ബ്രേക്ക് ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക, ബ്രേക്ക് ചെയ്യുക, അങ്ങനെ ഓടിച്ച് നമ്മുടെ കയ്യിൽ വരുന്ന ഫറ്റീഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടി വി എസിനകത്ത് ഇങ്ങനെ ഒരു ക്രൂസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 25 കിലോമീറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മോശമില്ലാത്ത രീതിക്ക് മൂവിങ് ആയിട്ടുള്ള ഒരു ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രൂസ് ചെയ്ത് പോകാൻ സാധിക്കും. ഇനി അതല്ല, ടൈറ്റ് ട്രാഫിക് ആണെങ്കിൽ തന്നെയും ഇതിനധികം റീജൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വിട്ട ഉടനെ വണ്ടി പിടിച്ച് നിൽക്കുന്ന ഒരു ഇഷ്യൂവേ വരുന്നില്ല. പിന്നെ ഇവരതിൻ്റെ ബ്രേക്ക് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നതും സാധാരണ സ്കൂട്ടറുകളെ അല്ലെങ്കിൽ ബൈക്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വ്യത്യസ്ത രീതിക്കാണ്. കാരണം നോർമലി നമ്മുടെ വാഹനങ്ങൾക്ക് ഫ്രണ്ട് ബ്രേക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ ബ്രേക്കിംഗ് ഫോഴ്സും ബൈറ്റും ഒക്കെ കിട്ടുന്നത്. എന്നാൽ ഇവർ നേരെ തിരിച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ റൈഡിങ്ങിൽ കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത് റിയർ ബ്രേക്കാണ്. അവർക്ക് ഫ്രണ്ട് ബ്രേക്ക് എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മിക്ക സാധാരണക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ പിടിക്കുന്ന ബ്രേക്കിനെ അവർ മാക്സിമം എഫിഷ്യൻ്റ് ആക്കി മാക്സിമം പവർഫുൾ ആക്കി കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പേടിയുള്ളവർ പേടിക്കുക വേണ്ടി വണ്ടിയിൽ. കാരണം ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാലും നല്ലൊരു സോഫ്റ്റ് ബൈറ്റും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് പവർ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു മീറ്റർ കൺസോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ റൈഡറിനകത്തൊക്കെ കണ്ട അതേ മീറ്റർ കൺസോൾ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു eSIM ഉണ്ട്, കൂടെ ടെലിമെട്രീസും വരുന്നുണ്ട്. അതായത് വണ്ടി നമ്മൾ മൊബൈലുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ കൂടിയും നമുക്ക് ആ കണക്ഷൻ ഇവിടെ നടക്കും. അതായത് സിം വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ഡേറ്റയും വണ്ടിയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മൊബൈലിൽ കിട്ടും. ജിയോ ഫെൻസിങ് പോലുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രാഷ് അലേർട്ട് പോലെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ വണ്ടിയുടെ ഒരുപാട് ഡേറ്റ നമുക്ക് ഇവരുടെ ആപ്പിനകത്ത് കിട്ടുന്നുണ്ട്. മാത്രമല്ല പഴയ ഇവരുടെ ടി വി എസ് റൈഡ് കണക്ട് ആപ്പിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്ത് കുറച്ചുകൂടെ സീംലെസ് ആയിട്ടുള്ള ഒരു കണക്ഷനും എക്സ്പീരിയൻസും ഓഫർ ചെയ്യുന്ന രീതിക്കാണ് ഇവർ ഇതിൻ്റെ ആപ്പിനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാറ്ററിയെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 3.1 kWh ബാറ്ററിയാണ് ഇവർ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം 158 IDC റേഞ്ച് തരുന്നുണ്ട്. ചാർജിങ് ടൈം വരുന്നത് 0 to 80% ചാർജ് ആവാനായിട്ട് ഓൾമോസ്റ്റ് 4 hours 10 minutes എടുക്കുന്നുണ്ട്. 0 to 100 ആണെന്നുണ്ടെങ്കിൽ 6 hours വരെ പോകുന്നതാണ് ടി വി എസ് പറയുന്നത്. പിന്നെ ഈ ഡിസൈൻ കുറച്ച് ഫ്രഷ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു 18-30 ഇടയ്ക്കുള്ള യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മിനിമലിസ്റ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ പറഞ്ഞത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസ്, ടാബ്ലറ്റ്സ്, TV സ്ക്രീൻസ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്സ് അങ്ങനെയുള്ള അപ്ലയൻസസ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിലുള്ള ഈ കളർ തീമും കാര്യങ്ങളൊക്കെ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ട് പരിചയിച്ച നമ്മുടെ ബ്രെയിനെ അത് യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ടി വി എസ് സ്കൂട്ടറുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 34 ലിറ്ററാണ് ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുട്ബോർഡൊക്കെ വളരെ പ്ലെയിൻ ആണ്. നമുക്ക് നല്ല രീതിക്ക് ഇതിനെ യൂട്ടിലിറ്റി, അതായത് സാധനങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് നല്ലതാണ്. പിന്നെ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. വൈഡ്നെസ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും നല്ല വലുതാണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്നതിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് നല്ല കുറവാണ്. 763 mm മാത്രമേ ഇതിന് സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഒരു കുട്ടി വണ്ടിയാണ്, നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ട്രാഫിക്കിൽ ചെന്നിട്ട് കാല് കുത്താനും വളരെ എഫേർട്ട്ലെസ് ആയിരിക്കും. വെയിറ്റും നല്ല കുറവാണ്. 112 kg മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കൂടുതലാണ്. 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. സോ അത്യാവശ്യം വലിയ സ്പീഡ് ബംസിൽ കൂടെ നമ്മൾ എടുത്ത് ചാടിപ്പോയെന്ന് പറഞ്ഞാലും അടി തട്ടും എന്നുള്ള പേടിയെ ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടില്ല. മോട്ടർ യൂസ് ചെയ്തിരിക്കുന്നത് ടി വി എസിൻ്റെ iQube നമ്മൾ കണ്ടുള്ള പോലെയുള്ള ഹബ് മോട്ടറാണ്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു റൈഡാണ് വണ്ടി ഓഫർ ചെയ്യുന്നത്. ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻസ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനകത്ത് ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല, ഡ്രം ബ്രേക്ക് മാത്രമേ വരുന്നുള്ളൂ. 130 mm ആണ്. അപ്പം എന്തായാലും ഇനി ഏപ്രിൽ തൊട്ട് നമുക്ക് ABS കമ്പൽസറി ആകുമ്പോഴത്തേക്ക് ടി വി എസ് ഇതിനെ ഡിസ്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ അവർ പറഞ്ഞത് ഇപ്പോൾ പ്രൈസ് പിടിച്ച് നിർത്താനായിട്ട് ഇതാണ് നല്ലത്. പിന്നെ ഈ ഉള്ള ബ്രേക്കിനെ തന്നെ അവർ നല്ല രീതിക്ക് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. ബിൽഡ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നൈസാണ്. പക്ഷേ എനിക്ക് ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ഏരിയയിലെ പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. കുറച്ചുകൂടെ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടിയത്. കാരണം നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഈ ഒരു പോർഷനല്ലേ. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള പാനൽസും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അകത്തുനിന്ന് ഓടിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന വിഷൻ ഇതായതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീൽ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ പ്രൈസ് വരുമ്പോൾ നമ്മളിതൊക്കെ അങ്ങോട്ടൊന്ന് പോട്ടെ എന്ന് വെക്കും. കാരണം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 99,990 രൂപയാണ് എക്സ് ഷോറൂം. ഓൺ റോഡ് നമ്മുടെ സിറ്റീസ്, അതായത്
ബാംഗ്ലൂർ, ഡൽഹി പോലുള്ള സിറ്റീസിൽ വരുമ്പോഴത്തേക്ക് ഇത് ഏകദേശം 1,07,000 രൂപയിലേക്കും പോകുന്നുണ്ട്. സബ്സിഡിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ടാക്സും കാര്യങ്ങളൊക്കെ അല്ലറ ചില്ലറ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 1,07,000 രൂപ. അപ്പോൾ ആ ഒരു പ്രൈസ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ ഓപ്ഷനാണ്. കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. നമുക്ക് ഡെയിലി യൂസ്, ഈ പേര് തന്നെ ഓർബിറ്റർ എന്നാണ്. എപ്പോഴും ഒരേ വട്ടത്തിൽ കിടന്ന് കറങ്ങുക. നമ്മൾ വീട്ടിൽ നിന്ന് കോളേജിൽ പോകുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ തിരിച്ചു വരിക എന്നുള്ളത് നമ്മുടെ ആ ഒരു ദിവസത്തെ ഓട്ടമാണ്. അങ്ങനെയുള്ള ഓട്ടങ്ങൾക്കാണ് ഇവരിത് പ്രിഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സിറ്റി ഏരിയയിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എഫിഷ്യൻ്റായിട്ട് തലവേദനയൊന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് എൻജോയ് ചെയ്ത് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്നാണ് TVS അവകാശപ്പെടുന്നത്. എന്തായാലും നമ്മൾ ഇവരുടെ ട്രാക്കിൽ ഒന്ന് ഓടിച്ച് നോക്കി. അത്യാവശ്യം നൈസായിരുന്നു, നല്ല സ്മൂത്താണ്, നല്ല മാനുവറബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ്. ഫ്രണ്ടിൽ 14 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി തിരിക്കാനും വളയ്ക്കാനും ആ ഒരു യാത്രാസുഖമൊക്കെ തന്നെ നൈസാണ്. ഇനി ഇത് റോഡിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു സിറ്റി കണ്ടീഷനിൽ ഓടിക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ.